ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു. എങ്ങനെയാണ് ഈ ഫ്രെയിം ചെയ്ത വർക്കൊക്കെ കൊറിയർ ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ട്, അതെങ്ങനെ പാക്ക് ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും ഡ്രോയിങ് ചെയ്യുന്നവർക്കുള്ളൊരു വീഡിയോ ആണ്. ബാക്കിയുള്ളവർ കാണുന്നത് ശരിക്കും പോസ്റ്റ് ആയിരിക്കും. ഡ്രോയിങ് അതുപോലെ ഫ്രെയിം ചെയ്ത വർക്കുകൾ എങ്ങനെ പാക്ക് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു ഡ്രോയിങ് കംപ്ലീറ്റ് ആക്കിയ ഒരു ഡ്രോയിങ് എങ്ങനെ സേഫായി അതൊരു ഫ്രെയിമിൻ്റെ ഉള്ളിലാക്കാം, അത് എങ്ങനെ പാക്ക് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. സോ നമ്മൾ ആദ്യമായിട്ട് കംപ്ലീറ്റ് ചെയ്തു വെച്ച ഡ്രോയിങ് നേരെ ഫ്രെയിമിനുള്ളിലാക്കുകയാണ്. ഇതുപോലത്തെ ഫ്രെയിം നമുക്ക് ഫ്രെയിം ഷോപ്പുകളിൽ നിന്നും അതുപോലെ ആർട്ട് ഷോപ്പുകളിൽ നിന്നൊക്കെ നമുക്ക് ലഭ്യമാവുന്നതാണ്. അതിൻ്റെ ബാക്കത്തെ ക്ലിപ്പ് റിമൂവ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ബാക്കത്തെ ഈ ബോർഡ് ഒഴിവാക്കി അതിൻ്റെ ഉള്ളിൽ നമുക്ക് പിക്ചർ ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഗ്ലാസ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം നമുക്ക് നേരെ പിക്ചർ അതിൽ വെക്കുക. അതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാം. നമുക്ക് ഏത് സൈസിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഫ്രെയിം ഷോപ്പുകളിൽ നിന്നൊക്കെ പറഞ്ഞാൽ അതേ സൈസിൽ നമുക്ക് ഫ്രെയിം അടിച്ചു തരും. അതുപോലെ അത് കറക്റ്റായിട്ട് ഫിറ്റായ ശേഷം നമുക്ക് ബാക്കിൽ എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മളെ ക്ലിപ്പ് ഉള്ള ഭാഗത്ത് ചില കോറലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ ഒരു പേപ്പർ വെച്ച ശേഷം മാത്രം നേരെ ബോർഡ് വെച്ച് കവർ ചെയ്യാം. അത് കറക്റ്റായിട്ട് ഫിറ്റായിട്ട് നിൽക്കുന്നുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ കറക്റ്റായിട്ട് എല്ലാ ഭാഗവും കറക്റ്റായിട്ട് ഗ്യാപ്പൊന്നും ഇല്ലാതെ ഫിറ്റായിട്ടുണ്ടോ എന്ന് നോക്കുക. ഉള്ളിൽ എന്തെങ്കിലും കരടോ എന്തെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ടാപ്പിംഗ് ആണ്. കറക്റ്റായിട്ട് നമ്മൾ ആ ക്ലിപ്പുകൾ കാണാത്ത വിധം നമുക്ക് ടാപ്പ് ചെയ്യാം. ഫുള്ളായിട്ട് 4 വശം ടാപ്പ് ചെയ്യാം. ഇപ്പോൾ ബാക്കിൽ നിന്നൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് അത് കവർ ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് നമ്മളത് പാക്കിംഗ് ആണ്. പാക്കിങ്ങിലോട്ടാണ് നമുക്ക് പോകുന്നത്. നമ്മൾ പാക്ക് ചെയ്യുന്നത് ഇപ്പോൾ കൊറിയറൊക്കെ ചെയ്യുമ്പോൾ ഇത് ഡയറക്റ്റായിട്ട് അയക്കുമ്പോൾ പൊട്ടിപ്പോവാൻ 100% പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പക്കയായിട്ട് പാക്ക് ചെയ്ത് അയച്ചാൽ മാത്രമേ ഉള്ളൂ ഇത് സേഫായിട്ട് നമ്മളിപ്പോൾ കൊറിയർ ചെയ്യുന്ന ഏത് ഭാഗത്തേക്കാണോ എത്തേണ്ടത് അപ്പോൾ ആ ഭാഗത്തേക്ക് ചെല്ലുള്ളൂ. അപ്പോൾ നമ്മുടെ പാക്കിങ് നമുക്ക് ഇത് ഫ്രെയിം ചെയ്ത സംഭവങ്ങൾ അയക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ തെർമാക്കോൾ വെച്ചിട്ടാണ് പാക്ക് ചെയ്യണത്. അത് എങ്ങനെയാണെന്നുള്ളത് നോക്കി നോക്കൂ. കറക്റ്റായിട്ട് നമ്മുടെ ഫ്രെയിമിൻ്റെ കുറച്ച് എക്സ്ട്രാ ആയിട്ട് നമ്മൾ തെർമാക്കോൾ കട്ട് ചെയ്യാം. അതൊരു 3 ലെയറായിട്ട് അതിൻ്റെ 4 വശം തെർമാക്കോൾ അതേ തിക്കുള്ള തെർമാക്കോൾ വെച്ചിട്ട് കവർ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ സെയിം ആയിട്ട് കട്ട് ചെയ്ത തെർമാക്കോൾ വെച്ചിട്ട് ഫുള്ളായിട്ട് ടാപ്പ് ചെയ്യണം. ഇതിപ്പോൾ ഇവിടെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കാണിക്കണില്ല. കറക്റ്റായിട്ട് ഫുള്ളായിട്ട് ടാപ്പ് ചെയ്താൽ അതിനനുസരിച്ചുള്ളൊരു ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് ബ്രൗൺ ടാപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടൊരു പെട്ടി പോലെ ആയിട്ട് തന്നെ നമ്മൾ ഇത് കൊറിയർ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും കറക്റ്റായിട്ട് ഒരു പേപ്പറിൽ എഴുതിയിട്ട് അത് കറക്റ്റായിട്ട് ഫുള്ളായി കവർ ചെയ്യുക. അത് അഥവാ വെള്ളം എന്തെങ്കിലും തട്ടാന്നുണ്ടെങ്കിലോ അല്ല കീറിപ്പോകാൻ ചാൻസ് ഉള്ളത് കൊണ്ട് അത് അഡ്രസ്സ് കറക്റ്റായിട്ട് തന്നെ മെൻഷൻ ചെയ്തിട്ട് അത് കവർ ചെയ്യാം. കറക്റ്റായിട്ട് ടാപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഫുള്ളായിട്ട് നമ്മൾ ബ്രൗൺ കളറിൽ തന്നെ ഉള്ള ടാപ്പ് കിട്ടുകയുണ്ടെങ്കിൽ ഫുള്ളായിട്ട് കവർ ചെയ്താൽ നമുക്കൊരു പ്രൊഫഷണൽ ഇത് കിട്ടും. ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ടാപ്പ് തീർന്നത് കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. അപ്പോൾ കുറച്ച് വൈറ്റ് ടാപ്പ് വെച്ചിട്ടാണ് ഞാൻ ഇതിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനാണ്, നമ്മൾ മാക്സിമം DTTCയോ അല്ലെങ്കിൽ പ്രൊഫഷണൽ കൊറിയർസോ നമ്മൾ ഉപയോഗിക്കുക. അതാണ് കൂടുതൽ സേഫ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഇന്ത്യൻ പോസ്റ്റ് വഴി നമ്മൾ ചെയ്തിട്ടുണ്ട്. അതും ചില സമയം പൊട്ടിയിട്ടാണ് എത്തിയിട്ടുള്ളത്. അതാണ് ഞാൻ ഇങ്ങനൊരു മെത്തേഡ് ഉപയോഗിക്കാൻ കാരണം.
ഇപ്പോൾ നമ്മൾ തെർമാക്കോൾ വെച്ചിട്ട് അയച്ചത് വരെ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ DTTC ആണ് ഇപ്പോൾ കൂടുതൽ ഉപയോഗിക്കാറ്. അപ്പോൾ അത് ഒന്നുകൂടെ സേഫാണെന്നാണ് എനിക്ക് തോന്നിയത്. നമ്മളെന്തായാലും ഫുള്ളായിട്ട് കവർ ചെയ്യുക. ഒരു അഥവാ എന്തെങ്കിലും വെച്ച് കോറിയിട്ട് പേപ്പർ കീറിപ്പോവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ മുകളിൽ വൈറ്റ് ഇൻസ്റ്റലേഷൻ ടാപ്പ് വെച്ചിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോസായിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ ലൈക്ക് ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ബൈ.